നമ്മളിന്ന് അവിശ്വാസത്തിൻ്റെ നോട്ടീസ് കിട്ടിയ അനുസരിച്ച് നമ്മൾ 10 മണിയായപ്പോൾ മുനിസിപ്പൽ ഓഫീസിൻ്റെ വാതിക്കൽ വന്ന് ഇറങ്ങിയ സമയത്താണ് ഇതുപോലെയുള്ള അക്രമങ്ങൾ നടന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇതിൽ നിന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവസരത്തിൽ തന്നെ ആളുകൾ വളയുകയും ആക്രോശിച്ചുകൊണ്ട് ആൾക്കാർ വസ്ത്രം, നമ്മളൊരു വനിതയല്ലേ, ഒരു വനിതയാണ്, നമ്മുടെ വസ്ത്രം വരെ വലിച്ച് പറിച്ച് എടുത്ത് നമ്മളെ പൊതുജന മധ്യത്തിൽ അതുപോലെ ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ആക്രോശിച്ചുകൊണ്ട് ചതിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട, വണ്ടിയിലേക്ക് എറിയുടെ വണ്ടിയിലേക്ക് അങ്ങനെയെല്ലാം ആക്രോശിച്ചുകൊണ്ടാണ് ഈ സംഭവം മുഴുവൻ നടന്നത്. ഇത്രയും പൊതുജനങ്ങളുടെ മധ്യത്തിലാണല്ലോ, പബ്ലിക്കിൻ്റെ മുമ്പിലാണല്ലോ ഇത്രയും കാര്യങ്ങൾ നടന്നത്. അല്ല നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും വെള്ളം ചേർത്ത് പറയുന്നതല്ല. ഭീഷണിപ്പെടുത്തി പാർട്ടിയുടെ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ മുമ്പിൽ മുനിസിപ്പൽ ഓഫീസ്. അതായത് നമ്മൾ ഒരിക്കലും പാർട്ടി ചതിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആയിരുന്നില്ല ശ്രമിച്ചത്. നമുക്കവിടെ ഒരു പരിരക്ഷ കിട്ടാത്തതിൻ്റെ പേരിലാണ് നമ്മൾ 4 മാസങ്ങൾക്ക് മുമ്പ് ഇവരെ അറിയിച്ചാണ് കാര്യങ്ങൾ. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പാർട്ടി അറിയിച്ചിരുന്നതാണ്. അപ്പോൾ എല്ലാ തലത്തിലും നമ്മളത് അറിയിപ്പ് കൊടുത്തിരുന്നതാണ്. അവരതിനെ നമുക്ക് യാതൊരു മറുപടിയും തരാത്തതിൻ്റെ പേരിലാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ന് നമ്മൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് അവർ ശാരീരികമായി ഉപദ്രവിച്ചൊന്നുമില്ല. പക്ഷെ അവർ ഇതുപോലെ നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾ എന്താണ് അപ്പോൾ ഇത്രയും നാളും നിങ്ങൾക്ക് അതിന് അവസരം തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? ഇപ്പോൾ ഈ അവസാന മൊമെൻറ്റിൽ എന്തിനാണ് അങ്ങനെ ഒരു തന്നേ പ്രൊട്ടക്ഷൻ തരാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അതിൻ്റേതായ രീതിയിൽ അവരോട് സംസാരിച്ചു. എല്ലാം ഇത് കൊണ്ടുപോയത് ഒരു DYFIൻ്റെ ഉണ്ട്, അശോകനാണ്. അവരെൻ്റെ കാല് വണ്ടി ഡോറിൻ്റെ ഇടയിൽ തിങ്ങി പോയിട്ട് ഞാനത് തുറന്നു വിടാൻ പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പിന്നെ വെട്ടി തന്നേക്കാന്നാണ് പറഞ്ഞത്. ഒരു പിന്നെ പയ്യൻ, എൻ്റെ മോനേക്കാട്ടിലൊക്കെ ചെറിയൊരു പയ്യനാണ് എന്നോടത് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എന്തിനെ ഉപദ്രവിച്ചുകൊണ്ട് പോകണേ, നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ പിന്നെ ഉള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. അത് ഞാൻ ഗഹനമായിട്ടൊന്ന് ആലോചിക്കട്ടെ. കാരണം ഇത്രയും നമുക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. പരാതിക്ക് നമുക്ക് ഇതുവരെ മറുപടി തന്നിട്ടില്ലല്ലോ. അപ്പം നമുക്കത് ആലോചിക്കേണ്ട വിഷയമല്ലേ. ഉച്ചയ്ക്ക് അതായത് നമ്മൾ പ്രതീക്ഷിച്ച രാവിലെയാണ് അവിശ്വാസ പ്രമേയം വെച്ചിരുന്നത്. ആ 10 മണിക്ക് നമ്മളെ അവിടെ കയറ്റാതെ, നമുക്ക് പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടാതെ നമ്മൾ ഇതേ രീതിയിൽ ഒരു കാല് നിലത്ത് വെച്ചപ്പോഴത്തേക്കിന് ഇത്രയും തൂത്തുവാരി എടുത്തു കൊണ്ടുപോയി അവർക്ക് മാറ്റാമെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി വേണ്ടല്ലോ. ഒരു ദിവസം രാവിലെ 11 മണിക്ക് ചെയർമാൻ്റെയും 3 മണിക്ക് വൈസ് ചെയർമാൻ്റെയും അവിശ്വാസമല്ലേ വച്ചിരുന്നത്. അപ്പോൾ അതിൽ 1 മണി 2 മണി ആയപ്പം നിങ്ങൾക്ക് ഇറങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. പോലീസുകാരന്ന് പോലീസുകാർ അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പ്രൊട്ടക്ഷൻ രാവിലെ നമുക്ക് ആ അവസരത്തിൽ തരായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ആരും വന്നില്ല. അത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എനിക്ക് മക്കളെ കാണണമെന്നോ ആശുപത്രി പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചായിരുന്നു? എനിക്ക് പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റലിൽ നെഞ്ചുവേദന ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അത് നന്നായിട്ട് ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവർ നെഞ്ചിനിട്ട് അവരെനിക്ക് ഗ്യാസിന്റെ ഗുളിക തന്നു. ഗ്യാസിന്റെ ഗുളിക തന്നു. ഇത് ഗ്യാസിന്റെ ഗുളിക തന്നതല്ലാതെ വേറെ ഏതെങ്കിലും ആശുപത്രി പോകണം, മക്കളെ കാണണമെന്ന് ആവശ്യം പറഞ്ഞായിരുന്നു. അപ്പൊ എന്തെങ്കിലും പ്രത്യേകിച്ച് അവർ പറഞ്ഞത്? പിന്നെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ആരോട് ചോദിക്കട്ടെ? ഏരിയ സെക്രട്ടറിയോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഏരിയ സെക്രട്ടറിയോട് ചോദിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോകാമെന്നാണ് അവർ പറഞ്ഞത്. രാവിലെ തന്നെ. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞപ്പോഴാണ് എന്റെ പ്രയാസം അനുഭവപ്പെട്ട് തുടങ്ങിയത്. രാവിലെ നമ്മളെ ഒരു 4:30 മണി 4:30 ആയപ്പോഴാണ് അവർ പിന്നെ വീട്ടിൽ കൊണ്ട് എത്തിച്ചത്. അതായത് എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു. മക്കളുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ ആ സംസാരമാണ് ഇനി എപ്പോഴും ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ശരീരത്തിൽ ഏറ്റതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനം രക്ഷിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒരു പെണ്ണിനെ സമൂഹ മധ്യത്തിൽ ആ വസ്ത്രം വലിച്ച് പറിച്ച് അവരെ അവിടെ നിർത്താൻ തയ്യാറാവാതെ വന്ന് പിന്നെ നമുക്ക് അകത്തേക്ക് അത് ചുരുണ്ടുകൂടാനേ പറ്റുള്ളായിരുന്നു. കാരണം എൻ്റെ മാനം രക്ഷിച്ചേ പറ്റുള്ളൂ. ഞാൻ ടൗൺ വാർഡിൻ്റെ കൗൺസിലറാണ്.
അപ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു വാർഡും കൂടെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ. കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും തന്നെ, അതായത് ഞാൻ പബ്ലിക്കിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൊന്നുമല്ല ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും നേരായ ചാനലിൽ കൂടെ തന്നെ പോയിരിക്കുന്നത്. അതായത് ഇതിൽ വന്ന പരാതികൾ ഞാൻ ഇതിൽ കൂടെ തന്നെ പോയിരിക്കുന്നത്. CMA എല്ലാവർക്കും പരാതി കൊടുത്തിരിക്കും. ഓക്കെ, ഞാൻ ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് അറിയിക്കും.